മഹാരാഷ്ട്രയിലെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി വൻ വിജയം കൈവരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വാർത്തയായിരുന്നു. ഈ വാർത്തയുടെ ഏറ്റവും കൂടുതൽ വന്ന മറ്റൊരു വാർത്തയാണ് ഈ BJPയുടെ വിജയം അല്ലെങ്കിൽ NDA മുന്നണിയുടെ വിജയവും തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ EVM മെഷീനിൽ ചില കൃത്രിമങ്ങൾ നടന്നു എന്നുള്ള സംശയവും. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില വാർത്തകൾ ഈ സംശയങ്ങളെ കൂടുതലായിട്ട് ഉറപ്പിക്കുന്നതായിരുന്നു. അതായത് മഹാരാഷ്ട്രയിൽ ടോട്ടൽ വോട്ട് ചെയ്തതിനേക്കാൾ 5 ലക്ഷത്തിലധികം വോട്ടുകൾ കൂടുതൽ എണ്ണി എന്നുള്ളതായിരുന്നു അതിനെക്കുറിച്ച് വന്ന വാർത്ത. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളുടെ ഡിസ്കോഴ്സ് ചർച്ച ചെയ്യുന്നത്. ഇതിൽ ചർച്ചയിൽ എൻ്റെ കൂടെ ചേരുന്നത് എൻ്റെ കൊളീഗ് ഹരിനാരായണനാണ് ഇതിനെക്കുറിച്ചിട്ട് ആദ്യമേ ഒന്ന് പറയാൻ പോണത്. ഒന്ന് അവരെന്തോ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തുടങ്ങണം. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇലക്ഷന് ശേഷം ദ വയർ എന്നുള്ള പത്ര ഏജൻസി, അതെ അവരാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ പോൾ ചെയ്യപ്പെട്ട നമ്പറിനെക്കാട്ടിലും 5 ലക്ഷം അധികം വോട്ടുകൾ എണ്ണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. അതിന് അവർ സപ്പോർട്ട് ചെയ്ത നമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ എടുത്ത നമ്പേഴ്സ് ആയിരുന്നു. മഹാരാഷ്ട്രത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ അതിന് മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മറുപടിയിൽ അവർ പറയണത് വയറിൻ്റെ റിപ്പോർട്ടിൽ പോസ്റ്റൽ ബാലറ്റ് വോട്ട്സ് അതിനെ അവർ കണക്കിലെടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വരുമ്പോൾ ആക്ച്വലി ഈ എന്താ പറയുക, പോൾ ചെയ്യപ്പെട്ട വോട്ടുകളേക്കാൾ കുറവാണ് എണ്ണിയ വോട്ടുകൾ. അതെ, ആ നമ്പറും കൂടെ ആഡ് ചെയ്താൽ അപ്പോഴേ കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് വരുള്ളൂ. അപ്പോൾ ഇത് ആഡ് ചെയ്യാണ്ട് ഇവർ ചെയ്തത് എന്താ പറയുക, ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ജേർണലിസം ആണെന്നുള്ള രീതിയിൽ ഒരു വിമർശനം കൂടെ ഇലക്ഷൻ കമ്മീഷൻ അവരങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കണക്കെടുത്ത് നോക്കുമ്പോൾ കൗണ്ട് ചെയ്യപ്പെട്ട വോട്ട് പോൾ ചെയ്യപ്പെട്ട വോട്ടിനേക്കാൾ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുറവ് എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം കൂടെ അവർ തന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ചില ക്ലറിക്കൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഹ്യൂമൻ എറർ, അല്ലെങ്കിൽ EVM മെഷീനിലെ നമ്പർ കാണിക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ ഡിസ്ക്രിപ്പൻസീസ് ആണ് അതിന് കാരണം. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും അവർ പറഞ്ഞത്. അപ്പോൾ വയറിനെ കൂടുതലായിട്ട് വിമർശിക്കുക മാത്രമല്ല, ഇതോടെ തന്നെ വയർ ഇതിന് മുന്നേ ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെതിരെയോ അല്ലെങ്കിൽ BJPക്കെതിരെ കള്ളത്തരമുള്ള വാർത്തകളൊക്കെ പടച്ചു വിടണമെന്നുള്ള രീതിയിൽ ഇപ്പോൾ വയറിനെതിരെയും വലിയൊരു വിമർശനം ഉണ്ടാവും. പക്ഷേ ഇപ്പം ഈ വയറിലെ ഈ പറഞ്ഞ അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് അവർ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അവർ വയറും അക്നോളജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഉള്ളപ്പം തന്നെ ഈ നമ്മൾ പറയുന്നില്ല, ഒരു പെർസിസ്റ്റന്റ് ഡൗട്ടാണ് ഈ EVM മെഷീനകത്ത് ടാമ്പറിങ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എന്താ പറയുന്നത്, ഞാൻ പറയുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇതിനെ ടാഞ്ചബിൾ ആവുന്ന ഏതെങ്കിലും നിലയിൽ ലീഗലി ഇതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ളൊരു തെളിവോട് കൂടിയിട്ടുള്ള ഒരു സാധനം ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല. എല്ലാവരും പറയും. ഇപ്പം ഇത്തവണ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു സാധനം നമ്മുടെ യോഗേന്ദ്ര യാദവാണ്. യോഗേന്ദ്ര യാദവിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ലേഖനം അതായിരുന്നു. അദ്ദേഹം മഹാരാഷ്ട്ര ഇലക്ഷനെ കുറിച്ചിട്ട് വളരെ ഇതായിട്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വയം ഒരു EVM കോൺസ്പിറസി തിയറിസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം EVMനെ ഇതിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ വിശ്വസിക്കാറില്ല, പക്ഷേ മഹാരാഷ്ട്രയിലെ ഈ റിസൾട്ട് എന്നെ അതിനെ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്ന നിലയിലുള്ള ഒരു നിരീക്ഷണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇന്നലെ തന്നെ സുപ്രീം കോടതി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കേസിൽ, ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല, വേറൊരാൾ കൊടുത്ത ഒരു കേസിൽ സുപ്രീം കോടതി എന്നെ പറഞ്ഞു ആ കേസ് തള്ളിക്കളയാണ് ചെയ്തത്. കാരണം സുപ്രീം കോടതി പറഞ്ഞ്, നിങ്ങൾ ജയിക്കുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റും, നിങ്ങൾ തോക്കുമ്പോഴത്തേക്ക് EVM മെഷീൻ തകരാറും എന്ന് പറയുന്ന ഒരു സമീപനം നല്ലതല്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വോട്ട് ചെയ്യലും ആ വോട്ട് ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു സംശയം ഇങ്ങനെ നിരന്തരം വിട്ടുമാറാതെ വരുന്നുണ്ട്. അതാണ്. അപ്പോൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലൊക്കെ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ നമ്മൾ അധികം കണ്ടത്, ഇപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളിലും BJPക്ക് അധികം വോട്ടുകൾ കിട്ടി. അതെങ്ങനെ സംഭവിക്കുന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ഉയർത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പോൾ മാത്രമല്ല, കേരളത്തിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ കാസർഗോഡിൽ ഏപ്രിലിൽ എങ്ങാണ്ട് ഈ മോക്ക് പോളിന്റെ ഇടയിൽ ആർക്ക് കൂട്ടിയാലും BJPക്ക് വോട്ട് പോകണമെന്നുള്ള രീതിയിൽ ഒരു സംഭവം ഉണ്ടായിട്ട്, ഇലക്ഷൻ അപ്പൊ ഇലക്ഷൻ ഓഫീസർക്ക് അതിനെതിരെ പരാതി കൊടുക്കുക, അങ്ങനെയുള്ള സംഭവം നമ്മൾ അക്രോസ് പലവിടെയും കേട്ടിട്ടുണ്ട്. BJPക്കെതിരെ എപ്പോഴും വരുന്ന ഒരു ആരോപണമാണ് വോട്ട് മെഷീൻ EVMന്റെ ടാമ്പറിംഗ് ഒക്കെ. അപ്പോൾ മാത്രമല്ല, EVM ഒരു സ്റ്റാൻഡ് അലോൺ ഡിവൈസ് ആയിട്ടാണ്
പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് വേറെ ഒന്നുമായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നെറ്റ്വർക്കായിട്ടും കണക്റ്റഡ് അല്ല. അപ്പോൾ അതിനെ പുറത്തുനിന്നോ ഒന്നും ടാമ്പർ ചെയ്യാൻ പറ്റില്ല. ടാമ്പർ ചെയ്യണമെങ്കിൽ അതിൽ തന്നെ നമ്മൾ ടാമ്പർ ചെയ്യണം. അതിനുള്ളൊരു സൗകര്യവും വേറെ എവിടെ നിന്നും ഉണ്ടാവില്ല. കാരണം അത് ഭയങ്കര ഫിസിക്കൽ സെക്യൂരിറ്റി, അതായത് വേറെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഒന്നുമില്ല, ഫിസിക്കൽ സെക്യൂരിറ്റിന്റെ പുറത്താണ് അതിനകത്ത് കൂട്ടി വെച്ച് അത് സ്ട്രോങ് റൂമിൽ വെച്ച് പിന്നെ പോലീസും പട്ടാളവും അവർ ആയുധേന്ത്യ ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ പുറത്തുനിന്നില്ലാത്ത രീതിയിൽ മാക്സിമം സോളിഡ് ആയിട്ടാണ് അവർ ഇതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്കിൽ പോലും എന്താ പറയുക, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഹാൻഡിൽ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ടാമ്പർ ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ ടാമ്പർ ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാനും പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ലോകത്താണ് നമുക്കുള്ളത്. ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ AI പോലത്തെ മെഷീൻസ് ഒക്കെ, മെഷീൻ ലേണിംഗ് കോൺസെപ്റ്റ്സ്, അത്ര അൽഗോരിതം ഒക്കെ ഭയങ്കര പീക്കിലെത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഒരു മനുഷ്യൻ എങ്ങനെ അടുത്തൊരു സ്റ്റെപ്പ് ഒരു മനുഷ്യൻ എന്തായിരിക്കും എടുക്കാൻ പോകുന്നത് എന്ന് വരെ ഗസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് അല്ലെങ്കിൽ അൽഗോരിതംസ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലവിടെയും ഈ വോട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് VVPAT റാൻഡമായിട്ട് ഒരു 5 VVPAT ചൂസ് ചെയ്തിട്ടൊക്കെയാണ് എണ്ണുന്നത്. അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ കൃത്യം ഈ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്ന നമ്പേഴ്സ് വരെ ചിലപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്ന അൽഗോരിതംസ് ഒക്കെ ഡെവലപ്പ് ആവും. കാരണം ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ പെട്ടെന്നൊരു ബൂം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മുടെ മെഷീൻ അത്തരം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ഒരു മെഷീൻ അല്ല. അതുമല്ല, അത് വളരെ ഇപ്പം ചിലർ പറയുന്നത് ഇവിടെ ഒരു ടാമ്പറിങ് നടക്കില്ല എന്ന് പറയണത് താങ്ക്സ് ടു ദി ബാക്ക്വേർഡ്നെസ് ഓഫ് ദിസ് മെഷീൻ. ശരിയാണ്. അതായത് ഈ മെഷീൻ അത്ര സൊഫിസ്റ്റിക്കേറ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ ടാമ്പറിങ് നടക്കില്ല എന്നുള്ളത് ബേസിക് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഈവൻ എനിക്ക് തോന്നുന്നു നമ്മുടെ മലബാർ ജേർണലിൽ തന്നെ തന്ന ഒരു ഇൻ്റർവ്യൂവിന് മറ്റേ ഖുറൈഷി, SY ഖുറൈഷി, ചീഫ് ഇലക്ഷൻ അദ്ദേഹം ത്തിൻ്റെ കാലത്താണ് ഈ EVM ഇത്രയും വ്യാപകമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തതല്ല. അപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ ടാമ്പർ ചെയ്യാനായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും അത് ടാമ്പർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം സുപ്രീം കോടതിയിൽ അടക്കമുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹം. അപ്പം ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ മെഷീൻ്റെ ഈ പിന്നോക്കാവസ്ഥ അല്ലെങ്കിൽ അതൊരു നെറ്റ്വർക്ക്ഡ് അല്ലാത്ത ഒരു സ്ഥിതി, ഇതെല്ലാം ആയിട്ട് നമുക്ക് അങ്ങനെ ഒരു വ്യാപകമായ ഒരു അട്ടിമറി നടക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതേ സമയം ഇത് പൊളിറ്റിക്കലി ഇങ്ങനെ വരുന്നുണ്ട്. അതെ. ഇപ്പോൾ പലരും ഇതിനെതിരെ സംസാരിക്കുന്ന പലരും ഇപ്പോൾ ഇതിനെതിരെ കേസിന് പോയത് EVM പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കേസിന് പോയ ആൾക്കാർ അവർ തുടക്കം തന്നെ പറയുന്നത് എവിടെയെങ്കിലും EVM ടാമ്പറിങ് നടന്നു എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. പക്ഷെ അത് നടക്കാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനും ആവില്ല. അപ്പോൾ ഇതിനെ 100% ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റമായി മാറ്റണം. ഇപ്പോൾ റാൻഡമായിട്ട് 5 VVPAT എണ്ണണതിന് പകരം 100% VVPAT എണ്ണണം ആ രീതിയിൽ. അപ്പോൾ പലരും ഒരു ഉദാഹരണ സഹിതം പറയുന്നത് ഇപ്പോൾ പല യൂറോപ്യൻ കൺട്രീസിലും ഇപ്പോഴും പേപ്പർ ബാലറ്റ് ആണ്. അത്രയും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പോലും ഇന്നും പേപ്പർ ബാലറ്റ് ഫോളോ ചെയ്യുന്നത് ഈ ഇലക്ട്രോണിക് മെഷീൻസിന്റെ വിശ്വാസ്യത ഇല്ലായ്മയാണ്, വൾണറബിലിറ്റീസും അതെ അങ്ങനെ സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ പോലും ഇങ്ങനെ ഫോളോ ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ പോലെ ഇത്രയും ജനസംഖ്യയും കറപ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു നാട്ടിൽ നമ്മളും പേപ്പർ ബാലറ്റിലേക്ക് എന്തുകൊണ്ട് തിരിച്ചു പോയിക്കൂടാ? അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. പക്ഷെ പേപ്പർ ബാലറ്റിൽ ഇപ്പോൾ യൂറോപ്പില് പേപ്പർ ബാലറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടേതായിട്ടൊരു ടെക്നോളജിയാണ്. അതെ. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ടെക്നോളജിയെ നമ്മളിപ്പം ഖുറേഷി എല്ലാം പറയുന്നത് അതാണ്. ഇതിപ്പോൾ യൂറോപ്പിനെ നമ്മൾ മാതൃകയാക്കേണ്ട കാര്യമില്ല, അത് നമ്മുടേതായിട്ടുള്ള ഒരു സാധനത്തിന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വിധാനമാണ്. അപ്പോൾ അതിൻ്റെ വിശ്വാസ്യതയിൽ ഇപ്പോൾ സായിപ്പിന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുകൊണ്ട് നമ്മൾ വിശ്വസിക്കാതിരിക്കണമെന്ന് പറയണ്ട എന്ന് പറയുന്ന ഒരു നിലപാടുകൂടെ അദ്ദേഹം. പക്ഷെ ഇപ്പം ഹരി പറഞ്ഞതുപോലെ ഈ VVPAT 100% എണ്ണയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങൾ കുറെ കൂടെ ഇല്ലാതാക്കാൻ കഴിയുന്നു. അതെ, അത് പക്ഷെ മേ ബി അത് കൂടുതൽ കോംപ്ലക്സ് ആക്കും നമ്മുടെ ഈ സിസ്റ്റം. കാരണം എല്ലാ VVPATും എണ്ണുക എന്ന് പറഞ്ഞാൽ അത്രയും സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ്. പക്ഷെ നമുക്ക് വേറൊരു നിലയിൽ, കാരണം ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ഇലക്ഷൻ ആദ്യത്തെ ദിവസം റിസൾട്ട് വരുമെന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്ക് കുറേ ദിവസങ്ങളെടുക്കും. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ VVPAT ഒക്കെ ഒരുപക്ഷെ 2 ദിവസവും 3 ദിവസവും കൊണ്ട് എണ്ണി കഴിയാവുന്ന ഒരു നിലയിൽ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ ഫൈനൽ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഒരു നിലയിൽ ചിലപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഒരു ഫോർമലി ഇത് ചെയ്യുന്നു, നിങ്ങൾ ഇന്ന ആൾ ജയിച്ചു എന്ന് പറയുന്നു, പക്ഷേ ഫോർമൽ ഡിക്ലറേഷൻ 3 ദിവസമോ 4 ദിവസമോ കഴിഞ്ഞിട്ട് ചെയ്യാവുന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞ ഭരണഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയമപരമായിട്ടുള്ളതല്ല, സാങ്കേതികമായിട്ട് ഇപ്പം നമ്മൾ നോക്കായിട്ട് 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് എണ്ണി തീർന്നാൽ കറക്റ്റ് ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടും. അതെ, അത് കിട്ടും. പക്ഷേ അത് ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൻ്റെ അല്ലെങ്കിൽ അവർ 3 ദിവസം ഈ ഇലക്ഷൻ റിസൾട്ട്, കാരണം ഒറ്റ ദിവസത്തിൽ എണ്ണി അന്ന് തന്നെ റിസൾട്ട് കിട്ടി അങ്ങനെ ശീലമായ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ന് എണ്ണൽ തുടങ്ങി 3-ാം ദിവസം
ദിവസം റിസൾട്ടിന് കാത്തിരിക്കുക. അല്ല, ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ ഈ പേപ്പർ ബാലറ്റ് നടന്ന സമയങ്ങളിലെ അതെ പേപ്പർ ബാലറ്റ് ആ ദിവസം എണ്ണി 6 ദിവസം റിസൾട്ട് പറയുന്ന സാധനം, അതിപ്പം എണ്ണുന്ന ആ നിലയിലുള്ള ഇതാണ്. അതേ പ്രോസസ്സ് ഇപ്പൊ നമ്മള് ഈ ഇതില് എണ്ണുന്നതിന് പാരലായിട്ട് തന്നെ വേറൊരു പക്ഷേ ഒപ്പം തന്നെ VVPAT കൂടെ എണ്ണുന്ന നിലയില് അതിന് ചിലപ്പം കൂടുതൽ സമയം എടുക്കുമായിരിക്കും. ആ സമയം എടുക്കുമ്പോഴത്തേക്ക് പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു പുതിയ ട്രെൻഡെന്നോ. ഇപ്പോൾ നമ്മളിപ്പോൾ ചില ഇലക്ഷനുകളെല്ലാം പറയുന്നത് മറ്റേ യൂറോപ്പിലൊക്കെ പല ഇലക്ഷനും മറ്റേ എക്സിറ്റ് പോളിൻ്റെ അതനുസരിച്ചിട്ടാണല്ലോ ഇവർ ഇത് ചെയ്യണത്. ഒഫീഷ്യലി ഇത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഈ ട്രെൻഡും അതും എല്ലാം വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒരു നിലയിലാണല്ലോ. സൗത്ത് അമേരിക്കയിലെ പല രാജ്യങ്ങളും ഫൈനൽ കൗണ്ടിന് മുമ്പ് വിന്നർ ആരാണെന്നുള്ളത് നമുക്കറിയാം. അതെ, അത് ശരി. ഫൈനൽ കൗണ്ട് വന്നതിന് ശേഷം അത് ഫോർമലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു സിസ്റ്റം ഒരുപക്ഷെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അതിനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിനൊരു വിശ്വാസ്യത നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും എന്താ പറയുക ഒരു മെയിൻ സംഭവമാണല്ലോ ഈ വോട്ടിംഗ് എന്നുള്ളത്. അത് 100% ഫുൾ പ്രൂഫ് ആയിരിക്കണം. ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല, സുതാര്യമായിരിക്കണം. അപ്പോൾ APDR എന്ന് പറയുന്ന എന്താണ് അസോസിയേഷൻ ഡെമോക്രാറ്റിക് ട്രാൻസ്പെറൻസി, അതിന് വേണ്ടിയിട്ടുള്ള അവര് കഴിഞ്ഞ തവണ സുപ്രീം കോടതിയിൽ ഈ കേസ് കൊടുത്തത് മൊത്തം VVPAT എണ്ണണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അന്ന് കോടതി പറഞ്ഞത് അത് പ്രാക്ടിക്കൽ അല്ല. അത് പ്രത്യേകിച്ച് ആ ഇലക്ഷന്റെ സമയത്തൂടെയാണ് അവർ പറഞ്ഞത്, ഇലക്ഷൻ ഇതിന്റെ വരാനിരിക്കുന്നത്. പക്ഷെ ഇത് മുൻകൂട്ടി ഇപ്പോൾ പറയണം, ഇപ്പോൾ അടുത്ത ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു അസംബ്ലി ഇലക്ഷന് മുമ്പ് ഈ VVPAT ടോട്ടലി എണ്ണാൻ പറ്റുക എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വയം ഇക്വിപ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ സാധനം ചെയ്യാൻ പറ്റും. പക്ഷേ ഏതായാലും ഇപ്പം മഹാരാഷ്ട്രയെ കുറിച്ചിട്ട് പറഞ്ഞത് ഏതാണ്ട് തിരിച്ചു ബൂമറാങ്ങി എന്നൊരു സ്ഥിതിയിലാണ് പുതിയ ഒരു ഇത് വന്നതെന്ന് തോന്നുന്നു. പുതിയ എക്സ്പ്ലനേഷൻ അങ്ങനെയാണ്. അങ്ങനെ വാദങ്ങളൊന്നും ശരിയല്ല എന്നുള്ള നിലയിലാണ് വന്നത്. അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന് വേണ്ടുന്ന ഡാറ്റ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ അതെ, അവർക്ക് അത് സോളിഡായിട്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്താണ് ഈ ഡിസ്ക്രിപ്പൻസി എന്ന് അവർക്ക് സോളിഡായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി എന്തുകൊണ്ടാണ്. അതെ.